പഴക്കം ചെന്ന മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയ അധികൃതർ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അവരെ ഒഴിപ്പിക്കുമെന്നും കച്ചവടത്തിന് തടസ്സമില്ലാത്ത വിധം ബദൽ മാർഗം ഉണ്ടാക്കുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി. 24 ഇംപാക്ട്. വർഷങ്ങൾ പഴക്കമുള്ള മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2 കൊല്ലം മുമ്പ് അൺഫിറ്റ് ആയതുകൊണ്ട് കടകളുടെ വാടക വാങ്ങാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല. വൈകാതെ കെട്ടിടം പൊളിച്ചു പണിയുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. രണ്ടു വർഷം മുൻപാണ് മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിച്ചെങ്കിലും പദ്ധതി അനിശ്ചിതത്വത്തിലായി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് മുനിസിപ്പാലിറ്റി നടപടികൾക്ക് വേഗമേറിയത്. മാനന്തവാടിയിലെ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കോംപ്ലക്സ് അപകടകരമായ സ്ഥിതിയിലാണെന്നുള്ള റിപ്പോർട്ട് ഞാൻ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അത് പൊളിച്ചു മാറ്റാനുള്ള ഒരു അനുവാദം നൽകിയിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അത് പൊളിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ എത്രയും വേഗം മാനന്തവാടിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളെയും അവിടെയുള്ള സ്ഥാപന ഉടമകളെല്ലാം വിളിച്ച് മുനിസിപ്പാലിറ്റി വരികയും അവരുടെ എത്രയും വേഗം അവിടെ നിന്ന് റൂമുകൾ ഒഴിവായി തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ കെട്ടിടത്തിലുള്ള വ്യാപാരികളോട് എത്രയും വേഗം ഒഴിഞ്ഞു മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അധികം താമസമില്ലാതെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തികളിലേക്ക് കടക്കും. ഒഴിഞ്ഞുപോകുന്ന വ്യാപാരികൾക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വ്യക്തമാക്കി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.